ഇനി മുതല് ജിജിയുടെ വീടാണിത്. വരൂ. വാ മോളെ. അതാണ് ജിജിയുടെ റൂം. നോക്കിക്കോട്ടെ. ചെല്ല്. ഇവിടുത്തെ ഭിത്തികളുടെ നിറങ്ങൾ പോലും പത്മിനിയുടെ ടേസ്റ്റിലാ. ശ്രദ്ധിച്ചോ? വരും എന്നെനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇനി ദിവസവും കാറിലാണോ വരുന്നേ? അറിഞ്ഞൂടാ. ചെല്ലു ചെല്ലു. ഈ കുട്ടി ഒരു ദിവസം ഇങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങുന്നത് കാണണമെന്നുള്ളത് എന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെ ഒപ്പം. എങ്ങനെ, അവൾക്ക് ഈ കാറി വരാൻ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ കുറെ ദിവസം ഇങ്ങനെ പോന്നോട്ടെ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്റെ കുട്ടികൾ വേറൊരാളുടെ സഹായമില്ലാതെ തനിച്ച് സ്കൂളിൽ വരുന്നതും പോകുന്നതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരെ വിടാൻ കോളേജിലേക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്. പേരൻസിന്റെ സൗകര്യവും അസൗകര്യവും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും കുറെ ദിവസം ഇങ്ങനെ പോരട്ടെ. പെട്ടെന്നൊരു ദിവസം അവളെ തനിച്ചു വിട്ടാൽ, അതും ഈ സമയത്ത് അവളത് വേറെ രീതിയിൽ വല്ലതും എടുത്താലൊന്ന് പേടിച്ച്, പിന്നെ വഴി ഇതുവരെ വന്നതിന്ന് മാറിയിട്ട്. യു ആർ റൈറ്റ്. ഞാനത് ഓർത്തില്ല. അത്രയ്ക്ക് ഞാൻ ആലോചിച്ചില്ല. പത്മിനി പറഞ്ഞതാ ശരി. പുതിയൊരാളുകൂടെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിരിക്കുകയല്ലേ. പത്മിനി പറഞ്ഞതുപോലെ പുതിയൊരു റൂട്ട്. ഇതുവരെ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷത്തിനും സമാധാനത്തിനും ഒരു ചെറിയ പോറൽ പോലും കൊടുക്കാതെ വേണം പുതിയ അതിഥി അവിടെ സെറ്റിൽ ചെയ്യേണ്ടത്. അതെപ്പോഴും ഓർത്തോണം. തിയേറ്ററായി പ്ലീസ്. അപ്പൊ വൈകുന്നേരം വരും. എന്നെ വിളിക്കാൻ വരുന്ന വഴിക്ക്. ചേലിന്റെ അറ്റം മേശയുടെ വക്കിൽ നിന്നും പുറത്തേക്ക് കടന്നു നിൽക്കണം. ചേലിന്റെ അറ്റം താഴോട്ട് അമർത്തുക. എന്ത് സംഭവിക്കുന്നു? ചേലിൽ ബലമായി പെട്ടെന്ന് തട്ടുക. ഇതെന്ത് പറ്റി എന്നീ വഴിക്ക്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്നും വിചാരിക്കും വരണമെന്ന്. എല്ലാവർക്കും കൂടെ സൗകര്യം ഒത്തുകിട്ടണേ ഞായറാഴ്ച വേണം. അതാ പിന്നെ. താങ്ക് യു. ഞാനൊരു ഊഹത്തിന് അളവ് കണ്ടിങ്ങെടുത്തതാ. മോളെ കാണുമ്പോ പോരാതെ വരുമോന്നാ ഇപ്പൊ സംശയം. മോള് പിന്നെയും തടിച്ചോ എന്നാ തോന്നുന്നേ. ജിജിതാ ഈ കുപ്പ എന്നിട്ടുണ്ടോ? പാവമാണോ നോക്കട്ടെ. എന്താ ചേച്ചി ഇത്? അനിത വച്ചോണ്ട് വന്നതാ. അവളെന്നെ ഡിസർവിങ്. അവള് മാത്രമല്ല, സാറും ഡിസർവിങ് ആണെന്ന് ഞാൻ തർക്കിച്ചിട്ട് ഇവള് സമ്മതിക്കുന്നില്ല. ഏതായാലും സാറിന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. വേണ്ട ഇപ്പൊ എടുക്കണ്ട. ഒരു ഗിഫ്റ്റ് വന്നു മുമ്പെയോ? നാട്ടിൽ നിന്ന് അച്ഛന്റെ ഒരു കത്തുണ്ട്. ആണോ? നമ്മളങ്ങോട്ട് ചെല്ലണമെന്നാ. കത്ത് വായിച്ചാൽ തോന്നും നമ്മളെക്കാൾ സന്തോഷം പുള്ളിക്കാന്ന്. അതെ. എന്നാ ചെല്ലുന്നെന്നുള്ള വിവരം കമ്പി അടിച്ചോ ഫോൺ ചെയ്തോ അറിയിക്കണമെന്നാ. ഞാനൊരു ടെലഗ്രാം കൊടുത്തു. അടുത്ത ഞായറാഴ്ച ചെല്ലാമെന്നും പറഞ്ഞിട്ട്. എന്താ നെസന്റെ ഫ്രീ അല്ലേ? അന്ന് പോകാമല്ലോ അല്ലേ? ഒരു പകലോടെ സ്പെൻഡ് ചെയ്തിട്ട് സന്ധ്യക്ക് കഴിഞ്ഞ് തിരിച്ചു പോരാ. പോവാ. അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് എത്ര നാളാവുന്നു. ഇതും കൂടി വെക്കാളമ്മേ. ഓ, അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഇത് കാണുമ്പോ സന്തോഷാവും.
ജിജി മിടിക്കാന്ന് പറയും അപ്പൂപ്പൻ. ഇത് അവർക്ക് കൊടുക്കാനാ. ആഹാ. ജിജിയും വരുന്നുണ്ടോ? ഉം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഇങ്ങ് തിരികെ വരുന്നു എന്നാണ്. ഒന്നാമത് ജിജിയുടെ കാര്യമൊന്നും അങ്ങോട്ട് എഴുതി കത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു പരിചയമില്ലാത്ത കുട്ടിയെ കൂടെ കാണുമ്പോ അതാരാ ഏതാന്നൊക്കെ അവിടെയുള്ളവർക്ക് വെറുതെ ഒരു കൺഫ്യൂഷൻ എന്തിനാ? ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ 3 പേരും കൂടെ പോകുന്നു എന്നാണ്. ഇത്തവണ ജിജി വരണ്ട. അവർക്കതൊരു സർപ്രൈസ് ആകാത്ത തരത്തിൽ പ്രസന്റ് അത് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നതിനിപ്പോ ഞാൻ വരണമെന്നില്ല. സേതുവട്ട മാത്രം പോയാലും മതി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. പോകുന്ന ശുദ്ധ നാട്ടിൻപുറത്തേക്കാണ്. നമ്മൾ ഇത്രയും കാലത്തിന് ശേഷം ചെല്ലുന്നു എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും ഓടി വരും. അവരോടെല്ലാം പിന്നെ ഈ കുട്ടി ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അത് തന്നെ ഒരു ജോലിയാവും. അത് ഞാൻ ചെയ്തോളാം. ഓക്കെ, ഇഫ് യു ആർ ദാറ്റ് മച്ച് പർട്ടിക്കുലർ, അതിനെ വിളിച്ചോളൂ. ഞാൻ ജിജിയോട് പറഞ്ഞു പോയി. അവളാണെങ്കിൽ ആകെ ത്രില്ലായിട്ട് നിൽക്കുകയാണ്. ഇതായിരുന്നു സേതുവട്ടന്റെ ഉദ്ദേശമെങ്കിൽ ആദ്യമേ ഞാൻ പറഞ്ഞേനെ ഞാനും വരുന്നില്ലെന്ന്. ഞാൻ വരുന്നില്ല. എല്ലാം പോയിക്കോളൂ. ഞാൻ വരുന്നില്ല. എന്താ കുട്ടി ഇത്? ഞാൻ വരുന്നില്ല. നീയല്ലേ ഇപ്പൊ അപ്പൂപ്പനുള്ള ഗിഫ്റ്റും പ്രസന്റേഷനും ഒക്കെ കൊണ്ടു തന്നത്? പോവാം മോളെ. ഞാൻ വരുന്നില്ല. വേണ്ട, പോവണ്ട. നമുക്ക് പോവണ്ട. വേണ്ട മോളെ, നമുക്ക് പോവണ്ട. എന്താ ഇവിടെ? എല്ലാം പോയിക്കോളൂ. ഞാൻ പപ്പുങ്കിളുടെ അടുത്ത് നിന്നോളൂ. സേതുവട്ടം പൊയ്ക്കോളൂ. ഞാനിവിടെ ജിജിയോടൊപ്പം നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ജിജി ഇങ്ങനെ പോരട്ടെ എന്ന്. അവള് വരുന്നില്ല. അവക്ക് എങ്ങനെയും മനസ്സിലായിട്ടുണ്ട് അവള് വരുന്നത് സേതുവട്ടന് ഇഷ്ടമല്ലെന്ന്. അതിന് ഞാൻ അതിനോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി വെറുതെ അതും പറഞ്ഞു കിടന്ന് ഒച്ച വയ്ക്കണ്ട. അമ്മയോടും അച്ഛനോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. പ്രഭാകരനാരെ ഞാൻ വരുമ്പോ ഇരുട്ടും ലേറ്റ് ആവും. പത്മിനി, ജിജി ഉറങ്ങിയോ? ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു. വീട്ടിൽ ഞാൻ പറഞ്ഞു ജിജിയെ പറ്റി. അമ്മ വഴക്ക് പറഞ്ഞു അവളെ കൂടെ കൊണ്ടില്ലാഞ്ഞതിന്. എങ്ങനെയുണ്ട്? കൊള്ളാം. രാവിലെ ജിജി അന്തം വിടും. പങ്ക് ഷേപ്പ് മാറിയാന്ന് പറയാം നമുക്ക്. അയ്യോ, അത് ചിലപ്പോ രാത്രി കുട്ടി ഉണർന്നാൽ അവൾ ആദ്യം തിരക്കുന്നത് ആ നായ്ക്കുട്ടിയായിരിക്കും. പങ്കി പറന്നുപോയി. എന്നിട്ട് ഈ ഷേപ്പിൽ തിരിച്ചു വന്നു. ഇതിപ്പോ അങ്കിള് വാങ്ങിച്ചോണ്ട് വന്നതാ ജിജിക്ക് വേണ്ടി. എങ്ങനെ
ഇഷ്ടായോ? എളമ പങ്കി ദാ. ഇളയമ്മ പോണേ. വരൂ. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു തിയറിയുണ്ട്. ആരെ സഹായിക്കുന്നതിലും തെറ്റില്ല, പക്ഷേ തിരിച്ചിങ്ങോട്ട് നന്ദിയോടെ പ്രതീക്ഷിക്കാവുന്നു. ഇന്നും അത് പറഞ്ഞു. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജിജിയെ ഞാൻ എന്റെ മോളാക്കിയത്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്റെ മനസ്സിന്റെ സ്വസ്ഥതയാണ്. ഒന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ അങ്കിൾ എന്തിനാ പങ്കെടുത്ത് കളഞ്ഞത്? ഏയ്, അത് വെറുതെ കുട്ടിയൊന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. അല്ല, അങ്കിൾ എന്നോട് ദേഷ്യ. ദേ നോക്ക്, ഇവിടെ ആർക്കും നിന്നോട് ഒരു ദേഷ്യമില്ല. അങ്കിളിന് നിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ അത്ര നല്ലൊരു പാവക്കുട്ടിയെ കൊണ്ട് തന്നത്? ഇപ്പൊ എന്റെ കുട്ടി വേറെ ഒന്നും ഓർക്കണ്ട. പഠിത്തത്തെ പറ്റി മാത്രം ഓർത്താ മതി കേട്ടോ. നമുക്ക് ടെസ്റ്റ് പാസ്സാവണ്ടേ? എങ്കിലല്ലേ സ്കൂളിൽ പോയി മിടുക്കിയാവാൻ ഒക്കൂ. എന്താ ഇത്ര വൈകിയത്? ഞാൻ വേറൊരു വഴിക്ക് പോയി, അവിടെ സ്റ്റക്കായി പോയി. 5:45 ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. ഓഫീസിൽ ഫോൺ ചെയ്തപ്പോ അവിടുന്ന് നേരത്തെ ഇറങ്ങിയെന്നും പറഞ്ഞു. ജിജിയെ വിളിച്ചില്ലേ? ഞാൻ ഈ വഴിക്കാ ഇങ്ങോട്ട് പോകുന്നത്. പോണ വഴിക്ക് അവിടെ കേറാം. അയ്യോ, കേറന്ന്. 4:30 അവളുടെ ക്ലാസ് കഴിയുന്നതാ. സമയത്തിന് നമ്മളെ കണ്ടില്ലെങ്കിൽ കുട്ടി വല്ലാതെ പരിഭ്രമിക്കും. അവൾ അവിടെ കാണുന്നേ, നിങ്ങൾ ഇങ്ങോട്ട് കേറ്. ഡോക്ടർ ജിജി. അതാണോ? അവളെ ഞാൻ സ്കൂൾ വാനിൽ അയച്ചു. സ്കൂൾ വാനില്? അതിനെന്താ? സ്കൂൾ വാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ചെന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞാ പോകുന്നത്. അതെ, അവൾ അവിടെ ഇറങ്ങി നടന്ന് വീട്ടിലേക്ക് പോയിക്കോളും. കൂടെ ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? എന്തിന്? നിങ്ങൾക്കറിയുന്ന പോലെ അവൾക്കും പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് വീട്ടിലെത്താനുള്ള വഴി അറിയാം. സംശയിക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് നോക്കിക്കോ, ജിജി അവിടെ ഉണ്ടാവും. ഏതെന്താ വൈകിയത്? ഞാൻ ഒരിടത്ത് നിന്ന് അവിടെ ഇരിക്കേണ്ടി വന്നു, ഒഫീഷ്യൽ. Mr. Prakash, there were no white people in America in those days. There were only red Indians living. Gigi? They were growing and eating potatoes. Meera, did the red Indians bring their potatoes to Europe? ജിജി! Prakash. ജിജി! എന്താ എളിമ വരാഞ്ഞത്? മോള് പേടിച്ചോ? ആ, എളിമയ്ക്ക് വല്ലതും പറ്റുമോന്ന് പേടിച്ചു. എളിമയ്ക്കൊന്നും പറ്റിയില്ല. കുട്ടി പേടിച്ചില്ലല്ലോ? ഞാനിങ്ങ പോന്നു. അങ്കിൾ ദേഷ്യപ്പെട്ടോ? എന്തിന്? എന്നെ സ്കൂളിൽ കാണാഞ്ഞതിന്. ഛേ, അങ്കിളാ വരാൻ വൈകിയത്. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക. എന്റെ ടെൻഷൻ അവളുടെ ടെസ്റ്റ് എടുത്ത് വരുന്നെന്നുള്ളതാ. ഈ സമയത്ത് ശ്രദ്ധ പഠിത്തത്തിന് എങ്ങോട്ട് സ്ലിപ്പ് ചെയ്യാൻ പാടില്ല.
ഇത്രയും കാലത്തെ ഞങ്ങളുടെ ശ്രമം മുഴുവൻ ഒറ്റയടിക്ക് പാഴില്ലാവും. അതിന് ഞാൻ എന്ത് പറഞ്ഞു എന്നാ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തിനാ കുട്ടി പിന്നെയും പിന്നെ അങ്കിള് ദേഷ്യപ്പെട്ടോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? 100 പ്രശ്നങ്ങൾക്കിടയ്ക്ക് ഒരു ചെറിയ കാര്യം വിട്ടുപോയി എന്നും പറഞ്ഞ് ഇത്രയും കിടന്ന് എനിക്കത് ചെറിയ കാര്യമല്ല. 1/2 കിലോമീറ്റർ കൂടുതൽ വരും പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇവിടെ വരെ. സപ്പോസ് വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഡോക്ടർ അങ്ങനെ അയച്ചത്. ഡോക്ടർക്ക് അങ്ങനെ ചെയ്യാം. 31 മക്കളിൽ ഒരു മോള് മാത്ര അദ്ദേഹത്തിന് ജിജി. എനിക്കതല്ല. ഇതാ നിങ്ങളുടെ തകരാറ്. നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് മാത്രമേ ആ കുട്ടിയോട് സ്നേഹമുള്ളൂ എന്നാ. ബാക്കിയുള്ളവരുടെ സ്നേഹത്തിനൊന്നും വിലയില്ല. യു ആർ ബിക്കമിങ് ടു സെൽഫിഷ്. മേ ബി. എനിക്കാരെയും വിശ്വാസമില്ല ഇക്കാര്യത്തിലെങ്കിലും. എന്നോട് എത്ര പേരും ദേഷ്യപ്പെട്ടുള്ളൂ. എനിക്കത് പരാതിയില്ല. പക്ഷെ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ രണ്ടാളും എപ്പോഴും പരസ്പരം ചിരിച്ചു കാണിക്കണം. ഒരിക്കലും ദേഷ്യപ്പെടരുത്. അവൾക്ക് വേണ്ടി. മനസ്സിലായോ? 53% മാർക്കാണ് ജിജി വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. എത്രയാ? നാരായണൻ എത്ര പെർസെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോ? 4. ആ സൂസിക്കോ? 6. എത്രയാ സ്റ്റാൻഡേർഡ്? 1. ആ കണ്ടോ, 53% മാർക്ക് ജിജി വാങ്ങിച്ചിരിക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലെ ടെസ്റ്റിലാണ്. അടുത്ത കൊല്ലം 4th സ്റ്റാൻഡേർഡ് 4. സാധാരണ സ്കൂളിൽ ചേരേണ്ടതുകൊണ്ട് ഈ വരുന്ന സ്കൂൾ ഇയർ മുതൽ, അതായത് അടുത്ത മാസം മുതൽ ജിജി നമ്മുടെ സ്കൂളിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ വിഷമിക്കല്ല വേണ്ടത്. നമ്മുടെ സ്കൂളിന് വലിയൊരു ക്രെഡിറ്റ് ആണ് ജിജി പോകുന്നത്. നിങ്ങളൊക്കെ ഓരോരുത്തരായി ഇതുമാതിരി ടെസ്റ്റ് എഴുതി ജയിച്ച് സാധാരണ സ്കൂളിൽ ചേരണം. അതിനായിരിക്കണം നിങ്ങളുടെ എല്ലാം പരിശ്രമം. രാജേഷ് കേട്ടല്ലോ? ഞാൻ വരും. മറ്റേ സ്കൂളിൽ പോയാലും ഞാനിവിടെ വരും. ജിജി പറയുന്നത് അവള് പോകുന്നില്ല. റെഗുലർ സ്കൂളിൽ ചേരുന്നുണ്ടെങ്കിലും ജിജി നമ്മളെ വിട്ട് പോകുന്നില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, നമ്മളെല്ലാം കാണും. ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ്. ഈ ഒക്കേഷൻ ജിജി 53% മാർക്ക് വാങ്ങിച്ചതിലുള്ള നമ്മുടെ സന്തോഷവും സ്കൂള് വിട്ടു പോകുന്നതിന്റെ സെന്റ് ഓഫും രണ്ടും കൂടെ ചേർത്ത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. എങ്ങനെ വേണം എന്റെ സെലിബ്രേഷൻ? നിങ്ങൾ തന്നെ പറയും. പറഞ്ഞോളൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. അമീർ, എങ്ങനെ വേണം? ടീ പാർട്ടി. തിന്നാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതല്ലാതെ ആ ഗുഡ്. എല്ലാവർക്കും അത് മതിയല്ലോ. ലഞ്ച് ഉണ്ടാവും, അമീർ വിഷമിക്കണ്ട. അപ്പൊ ലഞ്ചും എക്സ്കർഷനും. ഓക്കെ. ഇതുവരെ പോകാത്തടത്ത് പോകണം. ശരി. ഇതുവരെ കൊണ്ടുപോകാത്തൊരു സ്പോട്ടിലേക്കായിരിക്കും ഇത്തവണ എക്സ്കർഷൻ. എന്താ എവിടാന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ജിജിയുടെ പേരൻസിനോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നാളെ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ഈ സ്കൂളിന്റെ 7 വർഷത്തെ ചരിത്രത്തിൽ ഇവിടെ നിന്ന് റെഗുലർ സ്കൂളിലേക്ക് ചേരുന്ന 3ാമത്തെ കുട്ടിയായി ഇവള്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഖ്യയാ. കാരണം ഇത് 3 കുട്ടികൾ പാസ്സാവുന്ന കാര്യമല്ല, 3 പേർക്ക് ജീവനം കിട്ടുന്ന പ്രശ്നമാ. ഞങ്ങളുടെ എക്സ്കർഷൻ എന്ന് പറയുമ്പോ കുട്ടികൾ മാത്രമല്ല, മാക്സിമം രക്ഷകർത്താക്കളും ഉണ്ടാവും. ഇത്തവണ ജിജിയുടെ സെന്റ് ഓഫ് മൂഡ് ആയതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഉണ്ടാവണം. വരാം. പിന്നെ ജിജിക്ക് ആരെയൊക്കെ വിളിക്കണോ അവരെയൊക്കെ വിളിക്കാം. ഓ, അവക്കങ്ങനെ ആരെ? അവള് തീരുമാനിക്കട്ടെ. ആരൊക്കെ വിളിക്കണം? എക്സ്കർഷൻ ആരൊക്കെ കൂടെ വേണോ പറഞ്ഞോണം. അവരൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. ആരൊക്കെ വിളിക്കണം പറയ്. പറഞ്ഞോളൂ. കിറ്റി ചേച്ചി. നോട്ട് ചെയ്തോളൂ. കിറ്റി ചേച്ചി. പിന്നെ അനുകാന്തി.
അനിത ആന്റി. പിന്നെ പിന്നെ ആരുമില്ല. ആ കിറ്റി ചേച്ചി അനിത ആന്റിയും വിളിച്ചോളല്ലോ. വിളിച്ചോളാം. കിറ്റിയെ തനിച്ചു വിടുമെന്ന് ചോദിക്കണം. തനിച്ചു വിടണ്ട. ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും മരുന്നുണ്ടെങ്കിൽ വന്നോളാൻ പറ. എനിക്ക് ആവശ്യം എന്റെ കുട്ടികൾക്ക് പുറത്തുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങളാ. അവരൊരുമാതിരി അറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകൂട്ടത്തെ പോലെ മാറ്റി തെളിച്ചു കൊണ്ടുപോകലല്ല. അങ്ങോട്ട് ചെല്ലണം എല്ലാരും കൂടെ കേട്ടോ. പിന്നെ ഈ കാറിലുള്ളവർ മുകളിലോട്ട് മുകളിൽ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ആ വേട്ടെ വേ അപ്പോഴേ നമുക്കൂടെ റൂം പറഞ്ഞിട്ടുണ്ടോ? റൂം ഒരു മുറി നമുക്ക് എടുക്കണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഒന്നും മതിയോ? നമ്മൾ ആണുങ്ങൾക്കെല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറിയിരുന്ന വല്ലതും ഡിസ്കസ് ചെയ്യണമെങ്കിൽ അയക്കോ. പക്ഷെ എന്റെ കുട്ടികൾ കാണുക ആകരുത്. വെരി സ്ട്രിക്റ്റ്. അതങ്ങനെ മതി. നമുക്ക് വേറെ ബ്ലോക്കിൽ മുറി സംഘടിപ്പിച്ചോളാം. കുട്ടികളോ ദൈവം തമ്പുരാനെ കണ്ണുപിടിച്ച് അടിച്ചിരിക്കുന്നു. പിന്നെ എല്ലാരും സ്ലോപ്പിലേക്ക് പറയണ്ടത്. ഇത് എന്നാ കളിയാ ആശാനെ? ഡോക്ടറെ പഠിച്ചാൽ എനിക്കറിയാം. അത് വാ, ഞാൻ പെർമിഷൻ വാങ്ങിച്ചു തരാം. ഡോക്ടറെ ഈ സാറിന് ഒരു പെർമിറ്റ് കൊടുത്താട്ടെ. പെർമിറ്റോ? പെർമിറ്റിന്റെ ഒന്നും അല്ല സാമുവലെ. ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ദൈവം തമ്പുരാന്റെ പെർമിറ്റ് ഉണ്ടെങ്കിലും ഇന്നൊരു ദിവസം ഞാൻ തൊടുകയില്ല. ഇത് എന്തിടപാടാന്ന് നോക്കിയാട്ടെ. കഴിക്കാത്തവരെ എന്തിനാ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? ഇപ്പൊ എനിക്ക് വഴക്ക്. കഴിക്കുന്നില്ലേ? അതെ, ഒരുപാടൊക്കെ തെറ്റികളരുത്. കൂടെ പിള്ളേര് 2 പേര് കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 4 കൂടെ അടിച്ചാലും ഞാൻ ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോ 4 പേർക്കും കൂടോ? വൈകുന്നേരം നമുക്ക് തിരിച്ചു പോകണ്ടതാ. 4 കൂടെ കഴിക്കുമെന്നല്ല, കഴിക്കാം എന്ന് പറയായിരുന്നു. അല്ല, നമ്മുടെ പ്രോഗ്രാം എങ്ങനെ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞാൽ ഒരു റെസ്റ്റ്. അത് കഴിഞ്ഞാൽ ബോട്ടിങ്ങിനോ മറ്റോ പോകേണ്ടവർക്ക് അതിന് പോവാം. 5 മണിക്ക് വണ്ടിയെല്ലാം തിരിച്ചു പോകുന്നു. അപ്പൊ ഊണിന് മുമ്പ് എനിക്കൊന്നും അടിക്കാം. യുവർ വിഷ്. താങ്ക് യു. ഊണ് കഴിഞ്ഞ് ഞാനൊന്ന് കിടക്കുന്നു, എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ അടിക്കുന്നു. ബോട്ടിങ് കഴിഞ്ഞ് ലേക്കിലൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ ഓക്കെ. അയ്യാ, ഈ ഗ്രൂപ്പുമായിട്ട് അങ്ങ് ഇറങ്ങി ഇടപഴകാൻ ലേശം ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? വളരെ. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ഓരോ തരത്തിലായിരിക്കും. ഇടയ്ക്കിടയ്ക്കുണ്ടോ ഇത്ര എക്സ്കർഷൻസ്? മാസത്തിലൊരിക്കലെന്നൊക്കെയാണ്. പലപ്പോഴും കഴിയാറില്ല. എന്നാലും സാധിക്കുമ്പോഴൊക്കെ. ശരിക്കു പറഞ്ഞാൽ ജിജി ഇനി ഇത്തരം പ്രോഗ്രാംസിൽ നിന്നൊക്കെ ഒഴിവാക്കുകയല്ലേ വേണ്ടത്? ഞാൻ ഉദ്ദേശിച്ചത് പുതിയൊരു സ്കൂളിലേക്ക് അവൾ പോവുകയല്ലേ, നോർമൽ സ്കൂളിലേക്ക്. ഇതും നോർമൽ സ്കൂൾ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. എന്നാലും റെഗുലറായിട്ട് ക്ലാസ്സുകളും പരീക്ഷയുമുള്ള സ്കൂളിലേക്കാണല്ലോ അവൾ അടുത്ത വർഷം മുതൽ പോകാൻ തുടങ്ങുന്നത്. അതെ. അങ്ങനെ വരുമ്പോ ഇനി അവൾ ഇടപെടാൻ പോകുന്നത് ഒരു വിധത്തിലുള്ള മെന്റൽ പ്രോബ്ലംസ് ഇല്ലാത്ത കുട്ടികളുടെ കൂടെയല്ലേ? കൂടുതൽ എടുക്കേണ്ടത് അത്തരക്കാരുമായിട്ടല്ലേ? അതെ, അതവൾ അടുത്തോളും എന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൽ നിന്ന് അകലണം എന്നില്ല. ഒരു 2-3 വർഷം കഴിയുമ്പോ, അല്ലെങ്കിൽ പോട്ടെ ഒരു 6-7 വർഷം കഴിയുമ്പോ, ഞാനിത് ഡോക്ടറെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് കിട്ടുമ്പോ ചോദിക്കണമെന്ന് വെച്ചിരുന്നൊരു സംശയമാണ്. അവൾക്ക് തന്നെ തോന്നുന്നിരിക്കട്ടെ, ഞങ്ങളുടെ ഒപ്പമുള്ള താമസം മതിയാക്കി അവൾക്കിനി ബോർഡിങ്ങിലോ ഹോസ്റ്റലിലോ നിന്ന് പഠിക്കാമെന്ന്. അങ്ങനെ ഒരു സജഷൻ അവളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അങ്ങനെ അങ്ങ് ചെയ്യുന്നത് തെറ്റില്ലല്ലോ. പക്ഷേ അവളുടെ ഭാഗത്തുനിന്ന് ആ മൂവ് ഉണ്ടാവണം. അതെ, ഉണ്ടായെന്ന് വെക്കുക. എങ്കിൽ തകരാറൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം അവളെ എടുക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ അവളെ അതിന് പ്രിപ്പയർ ആക്കണ്ടേ? നാളെ പറ്റി ഒരുപാട് കണക്കൂട്ടിലൊക്കെ നടത്തിയിരിക്കും തോന്നുന്നു. എങ്ങനെ നടത്താതിരിക്കും? ജിജിക്കൊരു പുതിയ ജീവിതം വേണമെന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ആവശ്യമല്ലേ? പത്മിനിക്കും പിന്നെ എനിക്കും.